ജയിച്ചില്ല എങ്കിൽ നിന്റെ ഗുരുനാഥനായിരിക്കുന്ന ദ്രോണാചാര്യര് അല്ലെ, കൃപാചാര്യര്, ശല്യര്, ഇവരൊക്കെ നിന്റെ ശത്രുക്കളായിട്ട് വരും. നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെയൊക്കെ വേദവ്യാസം ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളല്ലേ ദ്രോണാചാര്യര്. ആ ദ്രോണാചാര്യര് പോലും നിനക്ക് ശത്രുവായിട്ട് വരാനായിട്ട് പോകുന്നത് സംശയിക്കാനുണ്ടോ? പിന്നെ അവരൊക്കെ ദുര്യോധന്റെ പക്ഷത്തെ കൂടാൻ പോണല്ലേ. ഇപ്പൊ അവിടെ ആൾക്കാർ കൂടുതൽ. ഇപ്പൊ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ആ പക്ഷത്തും കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും ചിലവിന് തരുമ്പോ അവരുടെ കൂടി നിൽക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുന്നു നിൽക്കുന്നു എന്ന് മാത്രം തന്നെ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ അവസ്ഥ? മോളിന്ന് പറയാൻ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ദുര്യോധനൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാ പോണത്? ഞാൻ ആരാണ്? ആ ദ്രോണാചാര്യ ആരാണ് ദ്രോണാചാര്യ വഹിക്കുന്നത്? അത് തന്നെ ഗുരുനാഥന. അതോ ആ ദ്രോണാചാര്യ ഒന്ന് സൂക്ഷിച്ചോളൂ. കാര്യം തന്റെ പ്രിയ ഗുരുനാഥനായിരിക്കുന്ന ദ്രോണാചാര്യ വഹിക്കണല്ലേ ഇവിടെ നോക്കിക്കോളൂ. അതിന് വേണ്ട സഹായമൊക്കെ ചെയ്തു. ഒന്നുമില്ല, ചെയ്യില്ല, സംശയിക്കാനില്ല. ഏതായാലും നിനക്ക് നമ്മുടെ കൂടെ തന്നെ നിൽക്കാണ്. അങ്ങനെ ആവോ? പേടിയുണ്ട്. ഏതായാലും ധർമ്മപുത്രരു അർജുന ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കേമന്മാരാ, അവരുടെ ഒപ്പം നിൽക്കുള്ളൂ. ഏതായാലും ഈ ദ്രോണാചാര്യ പോലും. അതുകൊണ്ട് എന്താ വേണ്ടത്? അവരെയൊക്കെ ജയിക്കണം. അതാണ് വേണ്ടത്. അതിനിപ്പോ എന്താ വേണ്ടത്? ഗിരിയെ ഗമിക്കണം. ഏതായാലും ഗിരി എന്ന് പറഞ്ഞാലോ ആ ശിവൻ ഇരിക്കണ ഗിരിയില്ലേ, ശിവഗിരി. അങ്ങനെ ഇറങ്ങി പുറപ്പെടും. ഇപ്പൊ എല്ലാരും അങ്ങനെ ഇറങ്ങി പുറപ്പെടും. വേദിയിലേക്കാ പോണല്ലേ. ഓരോ വേഷം കിട്ടിയാ പോകുന്നത്. മഞ്ഞ വസ്ത്രമായിട്ട് ചുവന്ന വസ്ത്രമായിട്ടൊക്കെ വേഷം കിട്ടിയ കൊടുത്താൽ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ശ്രീ പരമേശ്വരല്ലേ. ശിവഗിരിയിലേക്ക് എല്ലാരും പോകണം. ഏതായാലും ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആളാ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ അല്ലേ. ഭഗവാന്റെ അടുത്തേക്ക് വാസസ്ഥലത്തേക്ക് ശിവനിരിക്കുന്ന ഗിരി, ശിവഗിരി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടും. എല്ലാവരും ചെയ്തോളൂ. അർജുന നീ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടോളൂ. സംശയിക്കൊന്നും വേണ്ട. അവിടെ പോയിട്ടെന്താ വെറുതെ പോയാ പോയാലും ബാണം പാശുപതാസ്ത്രമാകുന്ന ബാണത്തെ സമ്പാദിക്കണം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ് ഭഗവാൻ ശ്രീ പരമേശ്വരല്ലേ. ഭഗവാനെ അറിയരുതോ? ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഭഗവത് ശ്രീ പരമേശ്വരനെ അറിയാല്ലേ. ശിവനെ അറിയാൻ പാടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശിവനെ കുറിച്ച് അറിയാവുന്ന ഒരു ആൾക്കാരല്ലേ. ശിവൻ ശിവങ്കരം എന്നൊക്കെ പറയുള്ളൂ അല്ലേ. അദ്ദേഹത്തെ മഹായോഗ്യനായിട്ട് അറിയാല്ലേ. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. അങ്ങനെ ഇങ്ങനെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റില്ല. അത്യധികം കഠിനമായിട്ടുള്ള തപസ് വേണം. ഏതായാലും ഒരു വിധമൊക്കെ ഭഗവാൻ പരീക്ഷിക്കും ജനങ്ങളെ അല്ലേ. ശ്രീ പരമേശ്വരൻ പരീക്ഷിക്കില്ലേ? പല പരീക്ഷയും കഴിഞ്ഞ് പാസ്സായിട്ടാണ് ഭഗവാൻ പരീക്ഷിക്കില്ലേ? സംശയിക്കാനൊന്നുമില്ല. ആ കടമ്പയുടെ കടക്കണം എന്നാൽ മാത്രമേ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ പ്രസാദിക്കുള്ളൂ. കടമ്പ് കടക്കാൻ പോവാ, മതിൽ കടക്കാനാവണം വേണോട്ടൂടെ. ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം സമ്പാദിച്ചാൽ അതിനാ നമ്മൾ രക്ഷപ്പെട്ടു. സംശയിക്കാനൊന്നുമില്ല. അതല്ലെങ്കിലോ ഗുരുനാഥന്മാരെ മുഴുവൻ ഭീഷ്മര്, ദ്രോണര്, കൃപര്, ശല്യൻ ഇവരൊക്കെ ശത്രുക്കളായിട്ട് വരും. അവരെ ഒന്നും ജയിക്കാൻ സാധ്യമല്ല. അവര് ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ദിവ്യമായിട്ടുള്ള അസ്ത്ര വേണ്ടത്. അതുകൊണ്ട് അതിനാ വേഗം പുറപ്പെട്ടോളൂ, ഇനി പോട്ടു ആദിക്കണ്ട എന്ന് പറഞ്ഞ സമയത്തേക്ക് അതിനവിടെ ഇറങ്ങി പുറപ്പെട്ടു. അത് പുറപ്പെട്ടോളൂ. അല്ലേ അതിനാ നിനക്ക് മംഗളം ഭരിക്കട്ടെ. ഏതായാലും കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. ഭംഗിയായിട്ട് നടക്കട്ടെ. അതല്ലേ ഇപ്പൊ ഇത്രയൊക്കെ ആയി. ഒരു ഭംഗിയാവുമ്പോൾ തോന്നുന്നുണ്ട്. ഏതായാലും അല്ലേ ഭംഗിയാക്കാനല്ലേ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് അന്വേഷിക്കണം. ഇപ്പൊ വന്ന ആൾക്കാർക്ക് നാളെ വരാൻ പഠിക്കരുത് കേട്ടോ. കാര്യം പറയാം. ഏതായാലും എന്താ നാളെ വരില്ലേ? ചിരിക്കണ്ട നാളെ വരുമല്ലോ. പറഞ്ഞപ്പോ തന്നെ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടു പഠിക്കും. വേണം നോക്കിക്കോളൂ. ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാനാണ് നാം ഇറങ്ങി ചിരിച്ചോളൂ. പ്രായം നല്ലോണം ആയി വേണം നോക്കിക്കോളാലും. നിങ്ങളാ പോണ കാര്യമൊക്കെ ഭംഗിയാക്കാനാ പോണത്. എവിടെ? ഇവിടുത്തെ കാര്യം. പുറത്തെ കാര്യം അവിടെ ഭംഗി കൂടുതലുള്ള കാര്യങ്ങൾ. അവിടെ ആൾക്കാർക്ക് ധാരാളം കൂടും. അതിനുള്ള ചില ഷെപ്പിടി വിദ്യകളൊക്കെ ഉണ്ടല്ലേ. പുറത്തെ ആൾക്കാർ കൂടാനായിട്ട് ഷെപ്പിടി വിദ്യ. അകത്തെ കാര്യങ്ങൾ നടന്ന ഷെപ്പിടി വിദ്യകൾ ആരും ഉണ്ടാവില്ലോ. ഈ ഭക്തിയും തൊടലും അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രദക്ഷിണം വയ്ക്കുക, അങ്ങനെയല്ലേ അകത്തെ ഭക്തി കിട്ടാൻ പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുരാണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, ഭഗവാൻ ശ്രീ പരമേശ്വരനെ കുറിച്ച് അറിയുക. ഇതൊക്കെ ആണെങ്കിൽ ഭക്തിയും മോക്ഷമൊക്കെ കിട്ടണമല്ലോ. ഒരു കാര്യം ചെയ്തോളൂ. അതിനാ സ്വസ്തി അങ്ങേറ്റ് നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഏതായാലും അതെന്താ നീ തന്നെ പോകണമെന്ന് പറയാനുള്ള കാരണം എന്താ? നിനക്കേ അതിന് പ്രാപ്തിയുള്ളൂ. ദുർജനങ്ങളെ ജയിക്കുവാനുള്ള ശക്തി അതിനാ നിനക്കുണ്ട്. ഏതായാലും ബാക്കിയുള്ള സഹോദരൻ എന്താ ഭീമസേന അവിടെ ഇരിക്കണല്ലേ വേണം നോക്കുള്ളൂ. ഏതായാലും നോക്കൂ, ഭീമൻ അവിടെ ഇരിക്കുന്നില്ല. വെച്ച് തിന്നെ കെട്ടി വെച്ച് എടുക്കാൻ വേണം നോക്കുക. അതാണ് വേണം നോക്കിക്കൂടെ. നകുലൻ അവിടെ ഇരിക്കുന്നുണ്ട്, സഹദേവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കേണ്ടത് ആരാണുള്ളത്? നമ്മുടെ അമ്മയാ കുന്തിദേവി. അതാ ഇരിക്കണ ഇരിപ്പുണ്ട് വേണം നോക്കിക്കോളൂ. അത് നമ്മൾ നോക്കിക്കോളേ. കുന്തിദേവി ഇരിക്കണ കണ്ടില്ലേ? ഈശ്വരാ കഷ്ടേ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അനുഗ്രഹത്തോടു കൂടി അവിടെ വരികയായിരുന്നു. ആ സമയത്തേക്ക് ധർമ്മപുത്ര വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനാ പുറപ്പെട്ടോളൂ, അമാദിക്കേണ്ട വേഗം പൊക്കോളൂ എന്നിങ്ങനെ പറഞ്ഞ്
ആ ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രത്തെ സമ്പാദിക്കാനായിക്കൊണ്ട് കൈലാസത്തെങ്കിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രമല്ല അതിനാ പോയി കാര്യമൊക്കെ ഭംഗിയായിട്ട് സാധിച്ചു വരും കേട്ടോ. എത്ര ബഹുമാനത്തോടെ കുനിഞ്ഞാൽ കൂടെ വേണം നോക്കിക്കോളൂ. ഏതായാലും കൂടെ നോക്കുന്നുണ്ടല്ലേ എത്ര തലയൊക്കെ മുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ മുട്ടിയാ പിന്നെ അപ്പം മുട്ടില്ല. സംശയം കണ്ടോ? വേണ്ടടുത്ത തടസ്സമൊക്കെ ആദ്യം കഴിഞ്ഞു. ഏതായാലും അതിനാ പുറപ്പെട്ടോളൂ. ആ സമയത്ത് കൈലാസത്തെങ്കിലേക്ക് ചെന്ന് തപസ്സം കൂടെ തുടങ്ങിയിട്ട് മാത്രം ഇപ്പൊ എവിടെയാ തപസ് ചെയ്യാൻ പറ്റിയ സമ്പ്രദായം വേണ്ട. ഏതായാലും ഏകാഗ്രതയാണ് വേണ്ടത് തപസ് ചെയ്യാനായിട്ടല്ലേ. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ എന്താ വേണ്ട? ഏകാഗ്രത വേണം അല്ലേ? തപസ് ചെയ്യാം. നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി ദുഷ്ടമൃഗങ്ങളൊക്കെ ചാടി ഇറങ്ങി പുറപ്പെട്ടിരിക്കോ. ശിവശിവ എന്തായ കഥ? കൂടി ഇരുട്ട ഉള്ളിലേക്ക് അവിടെ കടന്നു എന്ന് മാത്രമല്ല ഇരുട്ട. ഒരു വെളിച്ചവും ഇല്ല, ഒരു ശബ്ദവും ഇല്ല. ഞാനങ്ങോട്ട് വന്നപ്പോ ഒന്നും ഇതായിട്ടില്ല. ഒന്നൊന്നും തുടങ്ങണല്ലേ ആ പരിവൊക്കെ ആയിട്ടുണ്ടല്ലേ. വെളിച്ചത്തിന് വരുത്തുക, കാറ്റിനെ കൊണ്ടിരിക്കുക അല്ലെ, ഇരുട്ടിനെ മാറ്റുക, പല സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഓരോരുത്തരും ഓരോ ചെന്ന് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ നോക്കണമല്ലേ. അവിടുത്തെ സംഘപ്രദേശമൊക്കെ എങ്ങനെയൊക്കെ വേണമൊക്കെ നോക്കിയില്ലേ. അങ്ങനെയല്ലേ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കൂലേ. അങ്ങനെ ഒഴിവിതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി തപസ് ചെയ്യാനുള്ള സങ്കടം നോക്കിയപ്പോഴോ അത് ഏതായാലും ഒരു പുലി വരുന്നുണ്ടല്ലോ. അയ്യോ എന്റെ കഥ കഴിക്കും. എന്റെ അടുത്ത് എന്നെ ചാടി വരും. അയ്യോ അവിടെ വേണ്ട, അവിടെ ശരിയാവില്ല. സ്ഥലം മാറ്റി നോക്കാം. എന്താ അവിടെ നിന്ന് ചെറുഞ്ഞാണലിയിട്ട് ദുഷ്ടമൃഗങ്ങളെ നമ്മൾ ദൂരീകരിച്ച് അവിടെ തപസ്സം കൊണ്ട് തപസ് തുടങ്ങിയെന്ന് മാത്രമല്ല തപസ്സിന് ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞ സമയത്തിന് തുടങ്ങുക. അതിന് നഷ്ടമൊന്നും ഉണ്ടായില്ല. പറഞ്ഞ സമയത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തപസ്സം കൊണ്ട് തുടങ്ങി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഭഗവാൻ പ്രത്യക്ഷമാവില്ല. തപസ്സിന്റെ ശക്തി അങ്ങോട്ട് കൂട്ടി ഭക്ഷണമൊക്കെ അവിടെ വേണ്ടാന്ന് വെച്ചു. എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പോവാ. വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതായാലും ചില ആൾക്കാർക്ക് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായാലും ശേഷം വെള്ളം കിട്ടി തിരക്കില്ല. അങ്ങനെ വെള്ളം കിട്ടി. പിന്നെ അരുവിയാണ് കളിച്ചെന്ന് വെള്ളം ഇറങ്ങി കഴിച്ചു കുടിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് അവിടെ തപസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പ്രത്യക്ഷമാവുന്നില്ല. തപസ്സിന് ശക്തി ഒന്ന് കൂട്ടാം. എന്താ ഒറ്റക്കാലിൽ നിന്ന് പഞ്ചാഗ്നി മധ്യസ്ഥനായി ആദിത്യനെ തന്നെ കണക്കാക്കി തപസ്സം കൊണ്ട് തുടങ്ങി. എന്നിട്ട് ഭഗവാൻ പ്രത്യക്ഷമാവുന്നില്ല. തപസ് ഇങ്ങനെ ശക്തി അവിടെ കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ ആ കാട്ടിലുള്ള പല ജീവികളുണ്ട്, ജലജന്തുക്കളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, അവരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇത് മാത്രമല്ല ആരാത് ഒരു വിധം വരുന്നത്. എന്താ അവലെങ്ങനെ വരുന്നത്? ഇവിടെ ഇരിക്കാൻ പറഞ്ഞില്ല. എന്താ കാരണം? ചൂടാ. അതെ ഇങ്ങോട്ട് വന്നോളൂ, എവിടെ ഇരിക്കാം. ശരിക്കും തല കുറിച്ച് പിടിച്ചില്ല. അത് ഇവിടെ ഇരിക്കാട്ടോ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചൂടിന്റെ ശക്തി ഊഷ്മാവിങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എത്ര കാറ്റത്തിരുന്നാലും വേണ്ടില്ല. ശക്തി അങ്ങോട്ട് കൂടി തുടങ്ങിയോട് ഊഷ്മാവിന്റെ. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കുടിക്കാനായിട്ട് വെള്ളമൊന്നും കുടിച്ചിട്ട് കാര്യമില്ല. വീശിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഏതായാലും ചൂടിന്റെ ശക്തി അങ്ങോട്ട് കൂടി തുടങ്ങി. എന്താ കാരണം? അർജുനന്റെ തപസ്സിന്റെ ശക്തിയാ. അതിനെ തപസ് ചെയ്യുന്നോറും ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ ശക്തി കൂടിത്തോറും ആൾക്കാർക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. ആൾക്കാർ പോയി ചാടി അവിടെ കൂടി എണീറ്റോ. എന്ന് മാത്രം അതെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവണം. എനിക്ക് പ്രതിവിധി ഉണ്ടാവുമേ. എന്റെ പ്രതിവിധിക്ക് എത്ര ഉണ്ടാവണമെന്ന് എനിക്കറിയാം. ഏതായാലും ഇത്രയൊക്കെ ഒരു ദാനം വിധിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല. എന്റെ വിധിയുടെ കാര്യം ഏതായാലും അതല്ല മറ്റുള്ള ആൾക്കാരുടെ കാര്യം. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഉത്സാഹിച്ചോളൂ. എന്താ മാനിക്കണ്ട. എല്ലാവരും കൂടെ കൂടി ഇനിയിപ്പോൾ ആരാ വേണ്ട? മഹർഷീശ്വരന്മാരെ ചെന്ന് കാണാം എന്നിങ്ങനെ വിചാരിച്ച് മഹർഷീശ്വരന്മാരെ തപ്പി അന്വേഷിച്ച് ഒരുവിധപ്പെട്ട മഹർഷിമാരോടൊക്കെ ചെന്ന് നോക്കിയപ്പോഴോ കാര്യമൊക്കെ മനസ്സിലായി. കാര്യം കാരണം അതേപോലെ ഇനി പറ്റിയ ഒരാളാരാ? നാരദ മഹർഷിയാവും. ഇത് നല്ലതായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ആള് നാരദൻ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ആളല്ലേ നാരദ മഹർഷി. ആ വീണ കയ്യിൽ വെച്ചുകൊണ്ട് ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഇങ്ങനെ നാമം ജപിച്ച് നടക്കലാണ് നാരദ മഹർഷിയുടെ പരിപാടി. പതിവ് ദിവസം ചേർന്ന് എല്ലാവരും കൂടെ കൂടി നാരദ മഹർഷിയെ ചെന്ന് വിവരം അറിയിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ നാരദ മഹർഷി ഇങ്ങോട്ട് വന്നു. അല്ലേ നാരദ ഇരിക്കപ്പുറത്തില്ല. എന്താ അത്? ചൂടിന്റെ ശക്തിയാ. എനിക്കും മനസ്സിലായി തുടങ്ങി. ചൂടിന്റെ ശക്തി കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ എന്തെങ്കിലും വിവരം അറിയിക്കണ്ടേ? ഓ ആവാം, ഇതിനറിയിക്കാം. എല്ലാവരും കൂടെ കൂടി ഭഗവാൻ ശ്രീപരമേശ്വരന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഭഗവാനാണ് ഇതിന് കാരണഭൂതനായിട്ടുള്ള ആള്. ഭഗവാനെ ചെന്ന് അറിയിച്ചാൽ കാര്യം മനസ്സിലാവും എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ നാളെ ആവാം എന്ത് അർജുനെ അനുഗ്രഹിക്കാനായിട്ട് തന്റെ ഭക്തനായിരിക്കുന്ന അർജുനൻ കൈലാസത്തെങ്കില് പർണശാല കെട്ടി
ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യേണ്ട എന്ന ഭഗവാൻ കാര്യം മനസ്സിലാക്കി. അടുത്ത് ഇങ്ങനെ പാർവതി കുഴിമിങ്ങെത്തിയ കഷ്ടത്തിന് മുമ്പ് ഭഗവാനെ കണ്ടിട്ടില്ലേ? ഭഗവാനെ കണ്ടിട്ടില്ലേ? ഭഗവാനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ തോന്നു പോലെ ഒറ്റ നേരം പാർവതി അവിടെ മാറി. മാത്രല്ല മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. സുബ്രഹ്മണ്യനുണ്ട്, ശാസ്താവുണ്ട്, ഗണപതിയുണ്ട്, ഭദ്രകാളിയുണ്ട്. ഒക്കെ നോക്കിയത് ഭദ്രകാളി അവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ സുഖം വനവാസം അല്ലേ? ആഹാരത്തിന്റെ ഒക്കെ ദിവസം പ്രതി ദിവസത്തിന് വില കൊടുത്തിരിക്കുകയല്ലേ? നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാരാണ് നമ്മളിപ്പോ ശിക്ഷിച്ചോണ്ടിരിക്കണത് അല്ലേ? വെള്ളത്തിന് വരെ നമ്മളെ രക്ഷിക്കേണ്ടതായിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ശിക്ഷിച്ചോണ്ടിരിക്കണത് അല്ലേ? എന്തായി ചൂടൊന്നും സഹിക്കാനായിട്ട് നിർത്തിയില്ലല്ലേ? വന്നപ്പോ തുടങ്ങിയ ചൂടാ. പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി ചൂടായിരിക്കപ്പെടുന്നില്ല. ചാട്ടിക്കിടക്കാനല്ലേ? എങ്കിലും ഒരു നേരെങ്കിലും സുഖമായിട്ട് ഇരിക്കണം. അതുകൊണ്ട് എന്തായി? അമ്മ കാര്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ എന്തായി? എന്തൊക്കെ രക്ഷ ഉണ്ടായെങ്കിൽ നിർത്തിയില്ല അല്ലേ? എന്താ ദുർജനാന്തകാരന ദുർജനങ്ങളെ നിഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്. ആരാത്? അർജുനൻ. അതുകൊണ്ട് അർജുനനെ സമയത്തിലേക്ക് വിളിച്ചാ ഉണ്ണേ അർജുന വേഗം വീടത്തേക്ക് ഓടും. എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണം? ഈ കാട്ടിൽ കിടക്കുന്നത് തന്നെയാണോ ആഗ്രഹം? എന്താ ചിരിക്കാൻ വനവാസം തന്നെയാണ് തോന്നുന്നത്. വേണം നോക്കോളേ. ഇപ്പൊ പ്രായമൊക്കെ ആയി. നീ എവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല, വേണം നോക്കോളൂ. കാട്ടിക്കളയാൻ ചിരിക്കണ്ട വനവാസം തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഒരു ദിവസം കാട്ടി ജീവിക്കണം. എന്താ